ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ഇന്നലെ കിട്ടിയ ഒരു ഫോൺ കോളിനെ കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് ലക്ഷങ്ങൾ ഈ കമ്പനിയിൽ നിക്ഷേപിക്കുകയും ഒരുപാട് ലക്ഷങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് നിക്ഷേപിക്കുകയും ചെയ്യിപ്പിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വലിയ സങ്കടത്തിലാണ്. ഭക്ഷണം വാങ്ങാൻ പോലും അല്ലെങ്കിൽ മറ്റ് ചെലവുകൾക്ക് പൈസയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അപേക്ഷ ഇത്രമാത്രമേ ഉള്ളൂ: നിങ്ങൾ നമ്മുടെ വിഷമങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇനി ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യരുത്. നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി. അപ്പോൾ എന്ത് തന്നെ ആയാലും അത് സത്യമാണ്, എനിക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് വേണ്ട നിയമപരമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്ത വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹത്തിനോട് പറയാനുള്ളത്, ഞാൻ സൈലൻ്റ് ആയിരുന്നത് കൊണ്ടോ ഞാനിനി നിങ്ങളെ പൊക്കി പറഞ്ഞത് കൊണ്ടോ ഒന്നും തന്നെ സംഭവിക്കാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ ഞാൻ നല്ലത് പറയാൻ തുടങ്ങി എന്ന ഒരു സന്തോഷം മനസ്സിലുണ്ടാവുമായിരിക്കും. പക്ഷേങ്കിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടണമെങ്കിൽ നിങ്ങൾ നിയമപരമായി നീങ്ങുക തന്നെ വേണം. അതിന് ED ആയാലും ക്രൈംബ്രാഞ്ച് ആയാലും കോമ്പീറ്റൻ്റ് അതോറിറ്റി ആയാലും അവരെ നിങ്ങൾ സമീപിച്ച് എന്നോട് പറഞ്ഞ ഈ വിഷമങ്ങൾ ഒരു രേഖാമൂലം അവരെ അറിയിക്കുക എന്ന് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളത് ചെയ്യുക. എന്നാൽ മാത്രമേ, ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. ക്രൈംബ്രാഞ്ച് ഒരുപക്ഷെ ഈ മാസം അവസാനത്തോടു കൂടി തന്നെ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് അതിനുശേഷമായിരിക്കും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ വന്നിരിക്കുന്ന പരാതികളിൽ മേൽ അന്വേഷണം നടത്തി അതിൻ്റെ ലയബിലിറ്റി ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതിന്